പുതിയവിള ശ്രീ വടക്കൻ കോയിക്കൽ ദേവീക്ഷേത്രത്തിലെ നവാഹ യജ്ഞശാലയുടെ സമർപ്പണം നടന്നു. തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് മെമ്പർ അഡ്വക്കേറ്റ് എ അജുകുമാർ സമർപ്പണം നിർവഹിച്ചു. പുതിയവിള ശ്രീ വടക്കൻ കോയിക്കൽ ദേവീക്ഷേത്രത്തിലെ നവാഹ യജ്ഞശാലയുടെ സമർപ്പണം നടന്നു. തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് അംഗം അഡ്വക്കേറ്റ് എ അജുകുമാർ സമർപ്പണം നിർവഹിച്ചു. ഞാൻ മനസ്സിലാക്കുന്നത് അതിൻ്റെ ഫലമായിട്ടാണ് കേസുകളെല്ലാം നേടാൻ കഴിയുന്നത്. ഒരുപാട് കാര്യങ്ങൾ ഞാൻ പോകുന്നില്ല. ക്ഷേത്രം അനാദികാലത്ത് നമ്മുടെ എല്ലാം ആധ്യാത്മിക സാമൂഹിക ജീവിതത്തിൻ്റെ ഒരു ഭാഗമാണ്. ഇപ്പോൾ ഈ പാവസഭായത്തിൽ ഒരുപാട് ഭാഗം എടുക്കാൻ പോകുന്നു. യുക്തിയുമായി ബന്ധപ്പെട്ട് ശ്രീകൃഷ്ണന്റെ ക്ഷേത്ര ദർശനത്തെക്കുറിച്ചുള്ള പരാമർശങ്ങളുണ്ട്. സീതയെ വീട്ടിലെടുക്കാൻ വേണ്ടി ലങ്കയിൽ പോകുന്നതിന് മുമ്പ് രാജേശ്വരന് ശ്രീരാമന്റെ പ്രതിഷേധത്തിൽ പറയുന്നുണ്ട്. അപ്പോൾ ആലോചിച്ചു അനാദികാലം മനുഷ്യന്റെ സാമൂഹിക ജീവിതത്തിൽ ആധ്യാത്മിക ജോലിസായി ക്ഷേത്രങ്ങളുണ്ടായിരുന്നു. നല്ല കാര്യങ്ങൾ ആളുകളെ കെട്ടിട്ട് എത്തിപ്പെടാൻ ജോലിക്കട്ടെ SNDP കായംകുളം യൂണിയൻ സെക്രട്ടറി പി പ്രദീപ് ലാൽ ഉദ്ഘാടനം നിർവഹിച്ചു. നമ്മുടെ സമാപനത്തിലെത്തിച്ചേരുന്നത് നമ്മുടെ പ്രദേശവാസി ദീർഘകാലമായി രാഷ്ട്രീയ രംഗത്ത് സജീവമായി പ്രവർത്തിച്ചു വരുന്ന ഒരു വ്യക്തിയാണ്. ദേവസ്വം പ്രസിഡന്റ് ശശിധരൻ അധ്യക്ഷത വഹിച്ചു. ദേവസ്വം സെക്രട്ടറി പി പ്രകാശ് സ്വാഗതം പറഞ്ഞു. കായംകുളം SNDP യൂണിയൻ വൈസ് പ്രസിഡന്റ് കോലത്ത് ബാബു, പുല്ലുകുളങ്ങര ദേവസ്വം പ്രസിഡന്റ് ഡി അയ്യപ്പൻ, പുല്ലുകുളങ്ങര ക്ഷേത്രം ദേവസ്വം കമ്മിറ്റി അംഗം പത്മജൻ തമ്പി എന്നിവർ ആശംസാ പ്രസംഗം നടത്തി. ദേവസ്വം ട്രഷറർ പി സോമനാഥൻ നന്ദി പറഞ്ഞു. ഭരണസമിതി അംഗങ്ങളായ ജി ശ്രീനിവാസൻ, പി മുരളീധരൻ, ആർ ചന്ദ്രമോഹൻ, ടി എബി, സി ബാബുക്കുട്ടൻ, എസ് വിദ്യാധരൻ, MJ ബാബു ജീവൻ, എം സന്ദീപ് കുമാർ എന്നിവർ നേതൃത്വം നൽകി. CD നെറ്റ് ന്യൂസ് കായംകുളം.